ഹലോ നമസ്കാരം. എക്സൽ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എക്സൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ സമ്മ് കാണാം, അതായത് നമ്പറുകളുടെ സമ്മ് കൂട്ടിയ വാല്യൂ എങ്ങനെ കാണാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എക്സലിൽ നമുക്ക് 3 വിധത്തിൽ സമ്മ് കാണാം. അപ്പോൾ ആ 3 ഡിഫറെൻറ്റ് മെത്തേഡുകൾ എങ്ങനെയാണെന്നും അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് സമ്മ് കാണാമെന്നും ഏതൊക്കെ സാഹചര്യത്തിലാണ് ആ 3 ഡിഫറെൻറ്റ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നു എന്നതുമാണ് ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എക്സലിൽ നമ്മൾ എന്ത് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിലും ആദ്യം ഈക്വൽ ടു കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഈക്വൽ ടു ഇടുക. അതിനുശേഷം എന്ത് ചെയ്യാം, ആദ്യത്തെ ഈ വാല്യൂ സെലക്ട് ചെയ്യാം, എന്നിട്ട് കീബോർഡിൽ പ്ലസ് അമർത്തുക. അതേപോലെ തന്നെ രണ്ടാമത്തെ വാല്യൂ സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്ലസ് അമർത്തുക. അതിനുശേഷം മൂന്നാമത്തെ വാല്യൂ സെലക്ട് ചെയ്യുക, പ്ലസ് അമർത്തുക. അതിനുശേഷം നാലാമത്തെ വാല്യൂ സെലക്ട് ചെയ്യുക, പ്ലസ് അമർത്തുക. അതിനുശേഷം അഞ്ചാമത്തെ വാല്യൂ സെലക്ട് ചെയ്യുക. സെലക്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മ് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ സമ്മ് കാണാനുള്ള ഒരു മെത്തേഡാണ് ഓരോ വാല്യൂസും സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് കീബോർഡിൽ പ്ലസ് ഇട്ടതിന് ശേഷം എൻ്റർ അമർത്തുക. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ആയിരക്കണക്കിന് വാല്യൂസ് അല്ലെങ്കിൽ കുറേ ഡാറ്റാസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ A1 B1 C1 D1 എന്നിങ്ങനെ ഓരോന്ന് കൊടുത്ത് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡാണ് ഈക്വൽ ടു ഇടുക, എന്നിട്ട് സം എന്നെഴുതുക. അതിനുശേഷം ഫസ്റ്റ് വാല്യൂ മുതൽ ലാസ്റ്റ് വാല്യൂ വരെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, സമ്മ് കാണാം. ഇനി അടുത്ത മെത്തേഡ് എന്തെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും കൂടുതലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ആദ്യം മുതൽ അവസാനം വരെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഓട്ടോ സമ്മിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സമ്മ് കാണാം. അപ്പോൾ കോമൺ ആയിട്ട് എക്സലിൽ 3 വിധത്തിലാണ് നമ്മൾ സമ്മ് കാണുന്നത്. ഒന്ന് ഈ രൂപത്തിൽ A1 പ്ലസ് B1 പ്ലസ് C1 പ്ലസ് D1 പ്ലസ് E1 ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സമ്മ് കാണാം. ഇനി വേറൊരു മെത്തേഡാണ് നമുക്ക് ഈക്വൽ ടു സം എന്നിട്ടതിന് ശേഷം ഫസ്റ്റ് വാല്യൂ മുതൽ ലാസ്റ്റ് വാല്യൂ വരെ സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തൊരു മെത്തേഡാണ് ആദ്യം മുതൽ അവസാനം വരെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഓട്ടോ സമ്മിൽ ക്ലിക്ക് ചെയ്തിട്ട് സമ്മിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡാണ് എക്സൽ സമ്മ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 മെത്തേഡും എന്തിനാണ് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതെന്നും അത് ഏത് സാഹചര്യത്തിലാണോ ഈ സമ്മ് കാണുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നാണ് അടുത്തതായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നിനും ഡിഫറൻറ്റ് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ എഡിയിലുള്ള വാല്യൂവിൻ്റെ സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ഈ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലെ എഡിയിലുള്ള വാല്യൂവിൻ്റെ സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം പഠിച്ച ഈ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ രൂപത്തിലാണ് നമ്മൾ സമ്മ് കാണുന്നതെങ്കിൽ, അതായത് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഓട്ടോ സമ്മിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആൻസർ എപ്പോഴും ഇവിടെ ആയിരിക്കും വരിക. എന്നാൽ നമുക്ക് ഈ ഭാഗത്തൊക്കെ ആൻസർ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈക്വൽ ടു സം എന്നിട്ടതിന് ശേഷം ആദ്യം മുതൽ അവസാനം വരെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാലും നമുക്കിതിൻ്റെ സമ്മ് കാണാം. ഇങ്ങനെ 3 വിധത്തിലാണ് എക്സലിൽ സമ്മ് കാണുന്നത്. അപ്പോൾ സമ്മ് കാണുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പ്രോബ്ലത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.